പ്രൈസ് ദി ലോർഡ്. സിയോൺ ഫുൾ ഗോസ്പൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ, തിരുവനന്തപുരം നെടുമങ്ങാട്. ബൈബിൾ ക്യൂസ്. ഇയ്യോബിന്റെ പുസ്തകം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ. ഇയ്യോബിന്റെ ദേശം ഏത്? ഊസ്. ഇയ്യോബ് എങ്ങനെയുള്ളവൻ ആയിരുന്നു? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. ഇയ്യോബിന് എത്ര മക്കൾ ഉണ്ടായിരുന്നു? 10. 3 പുത്രിമാരും 7 പുത്രന്മാരും. ഇയ്യോബിന് എത്ര ആടുകൾ ഉണ്ടായിരുന്നു? 7000. ഒട്ടകങ്ങളുടെ എണ്ണം എത്ര? 3000. ഏർക്കാളകൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 500. ഇയ്യോബിനുണ്ടായിരുന്ന പെൺകഴുതകളുടെ എണ്ണം എത്ര? 500. അവൻ സകല പൂർവ്വദിക്വാസികളിലും മഹാനായിരുന്നു. ആര്? ഇയ്യോബ്. മക്കളുടെ സംഖ്യയ്ക്കൊത്ത് അവർക്ക് വേണ്ടി യാഗം കഴിച്ചിരുന്നത് ആര്? ഇയ്യോബ്. ഇയ്യോബിന് ചുറ്റും ദൈവം എന്തു ചെയ്തിരുന്നു? വേലികെട്ടി സൂക്ഷിച്ചിരുന്നു. ആരുടെ പ്രവൃത്തികളെയാണ് ദൈവം അനുഗ്രഹിച്ചിരുന്നത്? ഇയ്യോബിന്റെ. ആരുടെ മൃഗസമ്പത്താണ് ദേശത്ത് പെരുകിയിരുന്നത്? ഇയ്യോബിന്റെ. ഇയ്യോബിനുള്ളതിനെ എങ്ങനെ തൊടാനാണ് സാത്താൻ ദൈവത്തോട് പറയുന്നത്? തൃക്കൈ നീട്ടി. ആരുടെ വീട്ടിലാണ് വിരുന്നു നടന്നത്? ഇയ്യോബിന്റെ മൂത്ത പുത്രന്റെ. കാളകളെയും പെൺകഴുതകളെയും കൊണ്ടുപോയത് ആര്? ശബായർ. വേലക്കാരെ എങ്ങനെ കൊന്നു? വാളിന്റെ വായ്ത്തലയാൽ. ആടുകളും വേലക്കാരും എങ്ങനെ നശിച്ചു? ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് വീണ്. ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോയത് ആര്? കൽദയർ. മക്കൾ എങ്ങനെ നശിച്ചു? മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ച്. ഈ അനർത്ഥമൊക്കെയും സംഭവിച്ചത് കേട്ടപ്പോൾ ഇയ്യോബ് എന്തു ചെയ്തു? എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പാപം ചെയ്യുകയോ ദൈവത്തിനും ഭോഷത്വം ആരോപിക്കുകയോ ചെയ്യാത്തത് ആര്? ഇയ്യോബ്. മനുഷ്യൻ തനിക്കുള്ളതിനൊക്കെയും എന്തു പകരം കൊടുക്കുമെന്നാണ് സാത്താൻ പറയുന്നത്? ജീവൻ. ഇയ്യോബിനെ എന്തു ചെയ്യാനാണ് സാത്താൻ ദൈവത്തോട് പറയുന്നത്? അവന്റെ അസ്ഥിയും മാംസവും തൊടാൻ. ആര് മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്നാണ് സാത്താൻ പറയുന്നത്? ഇയ്യോബ്. ദൈവപുത്രന്മാർ എത്ര പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെന്നു? 2 പ്രാവശ്യം. ഇയ്യോബിനെ എന്താണ് ബാധിച്ചത്? ഉള്ളംകാൽ മുതൽ നെറുക വരെ പരുക്കൾ. ഇയ്യോബ് എന്തുകൊണ്ട് ചുരണ്ടി? എന്തിന്മേൽ ഇരുന്നു? ഓട്ടിൻ കഷ്ണം കൊണ്ട് ചുരണ്ടി ചാരത്തിന്മേൽ ഇരുന്നു. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞതാര്? ഭാര്യ. അധരങ്ങളാൽ പാപം ചെയ്യാതിരുന്നത് ആരാണ്? ഇയ്യോബ്. ദൈവത്തിൽ നിന്ന് നാം നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞത് ആര്? ഇയ്യോബ്. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ ആരൊക്കെയായിരുന്നു? തേമാന്യനായ എലീഫസ്, ശൂഖ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ. ഇയ്യോബിനെ കണ്ടപ്പോൾ സ്നേഹിതന്മാർ എന്തു ചെയ്തു? ഉറക്കെ കരഞ്ഞു, വസ്ത്രം കീറി, പൊടി വാരി മേലോട്ട് തലയിൽ വിതറി. ഇയ്യോബിന്റെ വ്യസനം അതികഠിനമെന്ന് കണ്ടിട്ട് സ്നേഹിതന്മാർ എന്തു ചെയ്തു? 7 രാപ്പകൽ അവനോടുകൂടെ പാർത്തു. വായി തുറന്ന് ജന്മദിവസത്തെ ശപിച്ചത് ആര്? ഇയ്യോബ്. ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ ദിവസവും രാത്രിയും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞതാര്? ഇയ്യോബ്. പ്രകാശം ശോഭിക്കരുത്, ദൈവം അതിനെ കടാക്ഷിക്കരുത്. ആ രാത്രിയെ കൂരിരുൾ പിടിക്കട്ടെ. ആണ്ടിന്റെ നാളുകളോട് കൂട്ടരുത്, മാസത്തിന്റെ എണ്ണത്തിൽ കൂട്ടരുത്. ആ രാത്രി മച്ചിയായിരിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? ഇയ്യോബ്. എങ്ങനെയുള്ളവർ ആ ദിവസത്തെ ശപിക്കട്ടെ എന്നാണ് ഇയ്യോബ് പറയുന്നത്? മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥർ. എന്ത് ഇരുണ്ടു പോകട്ടെ എന്നാണ് ഇയ്യോബ് പറയുന്നത്? സന്ധ്യാ നക്ഷത്രങ്ങൾ. ഡേഷ് കണ്ണിമ ഒരിക്കലും കാണരുത്. ഉഷസ്സിന്റെ. ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ആര്? ഇയ്യോബ്. ഏകാന്ത നിവാസങ്ങൾ പണിതത് ആരൊക്കെ? ഭൂരാജാക്കന്മാരും മന്ത്രിമാരും. കനകസമ്പന്നർ ആര്? പ്രഭുക്കന്മാർ. സ്വഭവനങ്ങൾ വെള്ളി കൊണ്ട് നിറച്ചവർ ആരാണ്? പ്രഭുക്കന്മാർ. അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നതെന്തിന്? ഇത് പറഞ്ഞത് ആര്? ഇയ്യോബ്. ദൈവം നിരോധിച്ചിരിക്കുന്നവന് എന്തു കൊടുക്കുന്നതെന്തിനെന്നാണ് ഇയ്യോബ് പറയുന്നത്? ജീവൻ. ഇയ്യോബിന്റെ ഞരക്കം എന്തുപോലെ ഒഴുകുന്നു? വെള്ളം. ഇയ്യോബിനോട് ആദ്യം സംസാരിച്ച സ്നേഹിതൻ ആരാണ്? തേമാന്യനായ എലീഫസ്.
ഇയ്യോബിനോട് സംസാരിച്ചാൽ മുഷിയുമോ എന്ന് ചോദിച്ചത് ആര്? തേമാന്യനായ എലീഫസ്. വീഴുന്നവനെ താങ്ങിയത് എന്താ? വാക്ക്. ഇയ്യോബിന്റെ ഭക്തി അവന് എന്തായിരുന്നു? ആശ്രയം. ഇയ്യോബിന്റെ ഭക്തി ആശ്രയവും ഇയ്യോബിന്റെ നടപ്പിന്റെ നിർമ്മലത പ്രത്യാശയും എന്ന് പറഞ്ഞത് ആരാണ്? തേമാന്യനായ എലീഫസ്. നേരുള്ളവർക്ക് എന്തു സംഭവിക്കുകയില്ല, മുടിഞ്ഞു പോകുകയില്ല. നിർദോഷിക്ക് എന്തു ഭവിക്കുകയില്ല, നശിക്കുകയില്ല. അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു എന്ന് പറഞ്ഞത് ആര്? തേമാന്യനായ എലീഫസ്. ദൈവത്തിന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞതാര്? തേമാന്യനായ എലീഫസ്. സിംഹത്തിന്റെ ഗർജനം, കേസരിയുടെ നാദം, ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി എന്ന് പറഞ്ഞത് ആര്? തേമാന്യനായ എലീഫസ്. ആരുടെ കുട്ടികളാണ് ചിതറി പാർക്കുന്നത്? സിംഹിയുടെ. ഇരയില്ലായ്കയാൽ നശിക്കുന്നത് ആര്? സിംഹം. എൻ്റെ അടുക്കൽ ഒരു ഗൂഢവചനം എത്തി, അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു. ഇത് പറഞ്ഞതാര്? തേമാന്യനായ എലീഫസ്. മനുഷ്യൻ എന്ത് അറ്റുപോയിട്ട് ജ്ഞാനഹീനരായി മരിക്കുന്നു എന്നാണ് തേമാന്യനായ എലീഫസ് പറഞ്ഞിരിക്കുന്നത്. കൂടാര കയർ. സൃഷ്ടാവിലും നിർമ്മലനാകാത്തത് ആര്? നരൻ. ഭോഷനെ കൊല്ലുന്നത് എന്താണ്? നീരസം. മൂഢനെ ഹിംസിക്കുന്നത് എന്താണ്? ഈർഷ്യ. ആരുടെ മക്കളാണ് രക്ഷകനില്ലാതെ വാതിൽക്കൽ വെച്ച് തകർന്നു പോകുന്നത്? മൂഢന്റെ. മൂഢന്മാരുടെ സമ്പത്ത് ആരാണ് കപ്പിക്കളയുന്നത്? ദാഹം ഉള്ളവർ. അനർത്ഥം ഉത്ഭവിക്കുന്നത് എന്തിൽ നിന്നല്ല? പൂഴിയിൽ. നിലത്തുനിന്ന് മുളയ്ക്കാത്തത് എന്താണ്? കഷ്ടത. മനുഷ്യൻ എന്തിനായി ജനിച്ചിരിക്കുന്നു? കഷ്ടതയ്ക്കായി. ഉയരെ പറക്കുന്നത് എന്താണ്? തീപ്പൊരി. ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നത് ആര്? ദൈവം. ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നത് ആര്? ദൈവം. ആരുടെ ആലോചന മറിഞ്ഞു പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വക്ര ബുദ്ധികളുടെ. ആരെയാണ് കൗശലത്തിൽ പിടിക്കുന്നത്? ജ്ഞാനികളെ. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ആരാണ്? ഭാഗ്യവാൻ. ആരുടെ ശിക്ഷയാണ് നിരസിക്കാൻ പാടില്ലാത്തത്? സർവശക്തന്റെ. എത്ര കഷ്ടത്തിൽ നിന്ന് ദൈവം വിടുവിക്കും? 6 കഷ്ടത്തിൽ നിന്ന്. 7-മത്തതോ തൊടുകയില്ല. നാവെന്ന ചമ്മട്ടിക്ക് നീ ഗുപ്തനാകും എന്ന് ഇയ്യോബിനോട് പറഞ്ഞ സ്നേഹിതൻ ആരാണ്? തേമാന്യനായ എലീഫസ്. പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കുമെന്ന് പറഞ്ഞത് ആര്? തേമാന്യനായ എലീഫസ്. നിന്റെ പ്രജ നിലത്തെ പുല്ലുപോലെയാകും, നിന്റെ സന്താനം അസംഖ്യം. തക്ക സമയത്ത് കറ്റ കൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കുമെന്ന് പറഞ്ഞത് ആര്? തേമാന്യനായ എലീഫസ്.